പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിനുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു ആരാധന വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്കത് നല്ലോണം ഫീൽ ചെയ്യാൻ ഇടയായി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ വാസ്തവമായി ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവിക ശക്തി നമ്മൾ വരുമ്പോൾ നമുക്കറിയാം. ഹല്ലേലൂയ. ആ ശക്തി അനുഭവിച്ച് ദൈവമക്കളായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. God's power come down in our midst. All those people who experience that, we be able to recognize that. ദൈവകൃപയാൽ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ ദൈവമക്കൾ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവനാമത്തിന്റെ സ്നേഹം ദൈവത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. I greet the servant of God and all the people of God who are gathered here. നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലാണെന്നുള്ള ഒരു ബോധ്യം നമ്മൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. Every minute when we are here, we need to remember that we are in the presence of God. നമ്മൾ വേറൊരു സ്ഥലത്തിരിക്കുകയല്ല. ഹല്ലേലൂയ. നമ്മൾ ജോലി സ്ഥലത്തിരിക്കുകയല്ല. നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു ഫംഗ്ഷനിൽ ഇരിക്കുകയല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയാണ്. Different places, we are not in a job place, we are not in a function, but we are in the presence of God. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ ഹല്ലേലൂയ രണ്ട് തരത്തിലുള്ള ആത്മാക്കൾ കർത്തൃത്വം ചെയ്യുന്നുണ്ട്. There's two different spirits that's acting within each one's body. അതിൽ ഒന്ന് ആദാമ്യ മനുഷ്യനായ ഈ ലോക മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. The one is it is the worldly man that came from Adam. മറ്റേതെന്ന് പറയുന്നത് ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ആത്മാവാകുന്ന ദൈവ മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. Then the second one is the spirit that came from God. It is godly spirit. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റു. നമ്മൾ ഈ സമയം വരെ ഇവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളിൽ ആര് ആണ് കർത്തൃത്വം അല്ലെങ്കിൽ ഉയർന്നു നിന്നത്. പ്രൈസ് ദി ലോർഡ്. This morning that we woke up and until now we are here. Who had taken the lordship in our life? ഈ ലോകത്തിലെ ജഡ മനുഷ്യനാണോ അതോ ആ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മനുഷ്യനാണോ നമ്മളിൽ കൂടുതൽ വ്യവഹാരം ചെയ്ത് മുന്നിൽ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. Is this worldly man that in our body or is it the man that has taken control over our life today? പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഉപവാസം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ, as we proclaim fasting and as a church as we are gathered here, നമ്മൾ നമ്മുടെ ഈ ലോക മനുഷ്യനെ ഹല്ലേലൂയ അവനെ തകർക്കുവാൻ, അവനെ നമ്മുടെ കാൽച്ചുവട്ടിൽ ചവിട്ടി മെതിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Control of this worldly man, we need to go closer into the presence of God with fasting and prayer so that we take a victory over that. ഈ ലോക മനുഷ്യനെ നമ്മുടെ കാൽച്ചുവടിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ അകത്തുള്ള ദൈവ മനുഷ്യൻ ഉയരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. Only if we have take control of this worldly man and keep it subject, only then God, the godly man within us will take act in us. അതേ പൗലോസ് തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ താൻ എപ്പോഴും പ്രാർത്ഥനയാലും ഉപവാസത്താലും തന്റെ അകത്ത മനുഷ്യൻ ജഡിക മനുഷ്യനെ അവൻ കാൽച്ചുവട്ടിലാക്കി. പ്രൈസ് ദി ലോർഡ്. Paul always through his prayer in the presence of God, he took control over of the worldly man within him and made it subject. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ആ വാഞ്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ ഈ ലോക മനുഷ്യനെ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഞാൻ കാൽച്ചുവട്ടിലാക്കും. എന്റെ അകത്തുള്ള ദൈവ മനുഷ്യനെ ഞാൻ ഇന്ന് ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. Desire that I will take control of this worldly man and make it subject so that godly man will take control in my life. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോക മനുഷ്യൻ മരണം കൊണ്ട് ഇവിടെ അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. One thing we need to understand is this worldly man would end with her death. നമ്മളിൽ ഹല്ലേലൂയ ദൈവിക മനുഷ്യൻ ഉണ്ടല്ലോ ഹല്ലേലൂയ ഈ ലോകം കൊണ്ട് അത് തീരത്തില്ല. അത് ഉയരങ്ങളിലേക്ക് പോകും. നിന്റെ ഹല്ലേലൂയ ആ കാഴ്ച ഹല്ലേലൂയ ഈ ലോകത്തിൽ നീ ആയിത്തീരുന്നതിന്റെ അല്ലെങ്കിൽ നീ ഈ വിശുദ്ധ ജീവിതം നയിച്ചതിന്റെ പ്രതിഫലനം ആ നിത്യതയിൽ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. If we truly have this godly man within us, with that it wouldn't end. We would certainly go to the other shore, and the vision that you had that will never end. ഇന്ന് ശാന്തമായി ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ നമ്മളൊന്ന് ചിന്തിക്കണം, ഞാൻ ആരുടെ പക്ഷത്താണ്? പ്രൈസ് ദി ലോർഡ്. In the calm manner, we need to understand in whose side we are right now. ഞാൻ ഇന്ന് ജഡികനാണോ അതോ ഞാൻ ഇന്ന് ദൈവത്തിന്റെ പുത്രനാണോ? പ്രൈസ് ദി ലോർഡ്. Am I carnal or am I the child of God today? ഹല്ലേലൂയ. ദൈവത്തിന്റെ
അതെ ദൈവ മനുഷ്യനായി ഹല്ലേലൂയ ഈ ലോകത്തിൽ നമുക്ക് ജീവിച്ചാൽ ഹല്ലേലൂയ പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. As God's child, if we live in this world, we certainly have a reward from Him. ഞാൻ ഇതൊന്നും സംസാരിക്കാനായിട്ട് കടന്നു വന്നത് എങ്കിലും അതെ ഞാൻ എന്റെ തീമിലേക്ക് കടക്കുവാണ്. ഹല്ലേലൂയ. അതായത് എന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ എന്റെ പ്രസംഗ വിഷയം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഉണർന്നിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. I didn't want to mention all this, but let me come to the topic which I would like to share, that we need to be awake in the presence of God. വെളിപ്പാട് പുസ്തകം 3:2-3 വാക്യം വായിച്ചാൽ പ്രൈസ് ദി ലോർഡ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയും ഇല്ല. പ്രാർത്ഥിക്കുക. കണ്ണുകളടയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിൽ കർത്താവേ കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഇവിടെ വായിച്ച വാക്യങ്ങൾ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ എന്ന് വാസ്തവമായി അടിയോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഒരു മാനുഷിക ശബ്ദമല്ല കർത്താവേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗത്തിലെ ഈ ഭൂമിയിലെ ശബ്ദം ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ. കേട്ട് കർത്താവേ അടിങ്ങളുടെ ജനം ഹല്ലേലൂയ കർത്താവേ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഈ ലോകത്തിൽ ഹല്ലേലൂയ നിങ്ങൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അത് നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാകാതെ ഹല്ലേലൂയ ആ നിത്യത അവകാശമാക്കുവാൻ കർത്താവേ ഞങ്ങളെ അവിടെ ഇടയാക്കണം. കർത്താവിന്റെ സാന്നിധ്യങ്ങൾ കൂടെ എന്തായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. Revelation chapter 3:2-3. Wake up, strengthen what remains and is about to die, for I have found your deeds unfinished in the sight of my God. Remember therefore what you have received and heard, hold it fast and repent. But if you do not wake up, I will come like a thief, and you will not know at what time I will come to you. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഉണർന്നുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The children of God, wake up. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. Strengthen what remains that is about to die. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. And I have found your deeds unfinished in the sight of my God. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഹല്ലേലൂയ ചാവാറായ ശേഷിപ്പ്. ഹല്ലേലൂയ. What we can clearly understand here is the remains that is about to die. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ഈ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറിച്ച് ഹല്ലേലൂയ എപ്പോഴും പ്രാർത്ഥന, എപ്പോഴും ഉപവാസം, ഹല്ലേലൂയ എപ്പോഴും കൂട്ടായ്മയ്ക്ക് പോവുക, ഹല്ലേലൂയ ഒരു ആരാധന പോലും നാം മുടക്കാറില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. When we came to the Lord, when we came to this Pentecostal state, even one meetings or any gatherings we wouldn't miss. പക്ഷേ ഇന്നത് കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. But today we do not see the same now. നമ്മളിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഹല്ലേലൂയ ഈ ശേഷിപ്പുകൾ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Deep within our hearts these remains are there. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ചെന്നപ്പോൾ നമ്മൾക്ക് നിന്റെ പൂർണ്ണത കാണുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. When we go into the presence of God, we see ourselves unfinished. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് Therefore what we have received and what we have heard, ഓർത്തിട്ട് നീ എന്ത് ചെയ്യണം? മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. we need to remember, hold it fast and come and repent. പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ ആരായിരുന്നാലും പ്രൈസ് ദി ലോർഡ് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലെങ്കിൽ ഹല്ലേലൂയ ഈ ജീവിതവും വ്യർത്ഥമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Children of God, whoever we are, if we do not have this repenting experience in our life, then there's no meaning of this life. എന്തെന്നറിയുമോ നമ്മൾ കടന്നു വന്ന ആ ആദിമ കാലഘട്ടത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ നമ്മളിൽ എന്തുണ്ടായിരുന്നു? പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വന്ന് ഹല്ലേലൂയ നമ്മളിൽ ആ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് അത് ഉള്ളിൽ മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. That means when we came to the Lord, that we had this great fire within our heart, that we decided to worship the Lord, go for all the gatherings, but today we've lost that. അതാണ് ഞാൻ പറഞ്ഞത്, മാനസാന്തരം ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. പ്രൈസ് For ദി that ലോർഡ്. very reason I said that we all need to repent and we need to return back. നീ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ, if you do not repent and come return, നീ ഇപ്പോഴും ഉണരാതിരുന്നാൽ ഹല്ലേലൂയ and if you do not wake up,
ഞാൻ കള്ളനെ പോലെ വരും. Praise the Lord. I will Hallelujah. come like a thief. അത് ഏത് നാഴിക നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. Praise the Lord. And you do Hallelujah. not know what time I will come to you. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോഴും സമയമുണ്ട്. Praise the Lord. Hallelujah. Dear children of God, even today we have the time. നമ്മൾ ഇറങ്ങിയ അവസ്ഥയിലേക്ക് ഇനിയും മടങ്ങി വന്നില്ല എങ്കിൽ, The time when we stepped into this faith, when if we do not come back into a similar state now, നമ്മളിലുള്ള പഴയ വചനധ്യാനവും പ്രാർത്ഥനയും ഉപവാസവും അല്ലെങ്കിൽ കൂട്ടായ്മയും നിന്റെ ജീവിതത്തിൽ മടങ്ങി വന്നില്ല എങ്കിൽ, if we do not return to the how in the old days that we used to pray to God, meditate the word of God, ഞാൻ അവിടെ ചെന്നപ്പോൾ നിന്റെ പൂർണ്ണത എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. Praise the Lord. and when I go there, then God will not be able to see the things that are complete within us. നിന്നെ ചാവാറായ ശേഷിപ്പോൾ കിടപ്പുണ്ട്. Praise the Lord. There are remains that are about to die in you. നീ അതിനെ ഉണർത്തിയാൽ മതി. Praise the Lord. You Hallelujah. just need to wake them up. എത്ര പേർക്ക് ഞാൻ പറയുന്നത് How മനസ്സിലാകുന്നുണ്ട്? many Praise the people Lord. understand what I'm trying to say? നീ ഇനിയും ഉണരാതിരുന്നാൽ, And if Hallelujah. you do not wake up now, നീ അനേക പ്രസംഗങ്ങൾ കേട്ടു. Hallelujah. Praise the although we Lord. heard many sermons, കാര്യങ്ങളൊക്കെ നിനക്കറിയാം. Praise the Lord. you know Hallelujah. all the things. നീ ഉണരാതെ ഇനിയും ഇരുന്നാൽ, If you do Hallelujah, not wake up and you still remain, ഞാൻ വരും കള്ളനെ പോലെ വരും. have Praise the become Lord. like a thief. അന്ന് നിനക്ക് രക്ഷയില്ല. Praise the Lord. And that Hallelujah. day there is no, you will not be saved. നീ ഇനി മാനസാന്തത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. Praise the You Lord. need to come into that repentance experience now. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ആർക്കെങ്കിലും ഹല്ലേലൂയ എന്റെ പഴയ അവസ്ഥയിലേക്ക് ഹല്ലേലൂയ ദൈവമേ എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. Praise the Lord. ഇനി എനിക്ക് ആ അവസ്ഥയിലേക്ക് കടന്നു പോകണം. Praise the Lord. എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ വാസ്തവമായി ഹല്ലേലൂയ മാനസാന്തരം ആവശ്യമാണ്. Praise the Lord. If any one of you are thinking in this manner, Lord, I'm not as I stepped into when I came to faith, how I was, if I'm not able to return back, let's truly repent in the presence of God. ഇത് മനസ്സിലായി ദൈവമക്കളെക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the All those Lord. who understood this, I praise God for them. അടുത്തത് വായിക്കാം മത്തായിയുടെ സുവിശേഷം 25:13. Praise the Lord. Praise the Lord. Hallelujah. വീണ്ടും ഇവിടെ പറയാ ഹല്ലേലൂയ, നാളും നാഴികയും അറിയാകിയാൽ ഉണർന്നിരിപ്പി. Praise the Lord. Again it says, since you do not know the time, be awake. ഇവിടെ നമുക്ക് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഒരുക്കത്തെ കുറിച്ചും അല്ലെങ്കിൽ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ചും കാണാൻ കഴിയും. Praise the Lord. As we read chapter 25 of Matthew, the beginning portion, we understand how we need to be prepared or about the experience of the Holy Spirit in our life. ഈ വചനങ്ങൾ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും കാണാവുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അറിയാവുന്ന ഒരു കഥയാണ്. Praise the Lord. കഥയല്ല, ഇതിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Praise the Lord. This incident or this portion which is mentioned here in this parable, most of them know it by heart. Even our children know this as a story. ഹല്ലേലൂയ. ബുദ്ധി ഉള്ളവരും ബുദ്ധി ഇല്ലാത്തവരുമായ 10 പേർക്ക് ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Praise the Lord. People who are wise and people who are foolish, about 10 people it is mentioned here. ഇതിൽ 5 പേർ ഹല്ലേലൂയ അതെ വിളക്കെടുത്തു. ഹല്ലേലൂയ. പക്ഷെ അവരിൽ എന്തുണ്ടായിരുന്നില്ല? എണ്ണയില്ലായിരുന്നു. Praise the Lord. Here 5 of them took their lamps, but they did not have oil with them. പക്ഷെ 5 പേരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വിളക്കുമുണ്ടായിരുന്നു, എണ്ണയും ഉണ്ടായിരുന്നു. Praise the Lord. But the other 5 also had lamps and they also had oil with them. ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ അതെ പല ഇത് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ഒരുക്കത്തെ കുറിച്ചും അല്ലെങ്കിൽ എണ്ണ എന്ന് പറയുന്ന ഹല്ലേലൂയ അതെ ആ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. Praise the Lord. Here when we read, we understand how prepared you ought to be, and also about Holy Spirit. അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ ഇതാണ്. Praise the Lord. ഹല്ലേലൂയ. നമ്മൾ കാത്തിരിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. കുറെ ആളുകൾ ഹല്ലേലൂയ വിളക്കും എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. Praise the Lord. ഹല്ലേലൂയ. കുറച്ച് പേരുടെ കയ്യിലുണ്ട് ഹല്ലേലൂയ വിളക്കുമുണ്ട്, ആത്മ നിറവുമുണ്ട്. Praise the Lord. ഒരു ഒരുക്കമുണ്ട്. Praise the Lord. ഹല്ലേലൂയ. ആരുടെ പക്ഷത്തായിരിക്കും നമ്മൾ? Praise the Lord. ഇന്ന് ചിന്തിക്കണം. സ്വന്തമായി ചിന്തിച്ചാൽ മതി. കർത്താവേ, ഞാൻ ആരുടെ പക്ഷത്തായിരിക്കും? Praise the Lord. എന്റെ ഈ വിളക്ക് മാത്രമേ ഉള്ളൂ, അതോ വിളക്കും ഒരു ഒരുക്കവും അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ആ ഹോളി സ്പിരിറ്റ് എന്നിലുണ്ടോ? Praise the Lord. Even today, we are also waiting with great expectation of the coming of the Lord. Here we see somewhere drowsy and they fell asleep. How many of you are ready with the oil
who are ready to meet the Lord. നമ്മൾ മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു ഹലേ ദൈവകൃപയിൽ ഇങ്ങനെ കൂടി നടന്ന് അനേക നാളുകളുണ്ട് നമ്മൾ കാത്തിരിക്കുക കർത്താവ് ഒപ്പം വരും കണ്ട മണവാളനെ കാണുവാൻ നമ്മൾ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. We came into this repentance, we've been baptized, and we've been running for the Lord, and we're waiting for him for his coming for several years that he would come. ഞാനിപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ പ്രിയ നമുക്കറിയ അല്ലെങ്കിൽ നമ്മുടെ യുവ ജനങ്ങളെ ഹല്ലേലൂയ നിങ്ങൾ മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു ഹല്ലേലൂയ ദൈവകൃപ നിങ്ങൾ കൈവശമാക്കിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. Let me ask to all the people of God, and especially to the youth, we have repented, we have been baptized, have we received the grace of God? പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ പ്രിയ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ നിങ്ങൾ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ഹോളി സ്പിരിറ്റ് ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. Dear people of God, when you worship the Lord, do you have the Holy Spirit within you? ഇന്ന് എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ അതിനെ പ്രാപിപ്പാൻ ഒന്ന് ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Today anyone who is listening to me, if you haven't received the Holy Spirit, you need to have the desire today and pray to the Lord to receive it. നമുക്ക് ഈ വിളക്കം പിടിച്ച് ഞെരിക്കുന്ന ഹല്ലേലൂയ മണവാളൻ വരും ഹല്ലേലൂയ മണവാളന്റെ കൂടെ പോകുവാൻ നമുക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Taking hold of the lambs and waiting for the Lord, with just that we will not be able to go with him. ആ സമയത്ത് ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ ആ ഹോളി സ്പിരിറ്റ് വേണമെന്നോ അല്ലെങ്കിൽ എണ്ണ വേണമെന്നോ പറഞ്ഞ് ആ സമയത്ത് നിലവിളിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 10ാമത്തെ വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. And that time when you say that I need Holy Spirit or I need the oil, if you read verse 10, you will understand about it. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിനെ അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നത് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവര് എന്തിന് ആ വാങ്ങുവാൻ പോയപ്പോൾ ഹല്ലേലൂയ ഇതാണ് ഹല്ലേലൂയ ദൈവമക്കളെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ സമയത്ത് ഹല്ലേലൂയ നമ്മൾ ഒരുപക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ എനിക്കത് ലഭിക്കണമേ ഹല്ലേലൂയ ആ കൃപാവരങ്ങളൊക്കെ എനിക്കൊന്ന് ലഭിക്കണമേ. പക്ഷേ ഹല്ലേലൂയ ആ സമയം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോൾ കർത്താവിന്റെ വരവ് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. What has happened here while they were away on their way to buy the oil, we see that the Lord's coming was there and they were not able to go. In the similar way, at the very last time, even if we run after to fetch oil or to receive the grace of God or the gifts of God, it would be we will not be able to go in his coming. അപ്പോൾ ഹല്ലേലൂയ മറുതലയ്ക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകും. പ്രൈസ് എന്താ പറയുന്നത്? ഹല്ലേലൂയ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയതമക്കളെ ഹല്ലേലൂയ ഇന്ന് നമ്മൾ ആരുടെ ഭാഗത്തായിരിക്കും? ആരുടെ കൂടെ ആയിരിക്കും? ഹല്ലേലൂയ ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവശക്തി നിറവുള്ളവരായി ഹല്ലേലൂയ കറയില്ലാത്തവരായി ഹല്ലേലൂയ മാലിന്യമില്ലാത്തവരായി ഹല്ലേലൂയ ഒരുക്കമുള്ളവരായി ഹല്ലേലൂയ ദൈവാത്മാവിനെ പ്രാപിച്ചവരായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളെ നമ്മളെ ചേർക്കുവാൻ കർത്താവ് വേഗം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And in that time you will hear that sound saying that truly I tell you I do not know you. Even today let's examine our life and whose side that we are. Are we with the five with the lamps with the oil or the ones with the lamps without the oil? The Lord's coming is very near. ഞാൻ ദുബായിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ പാസ്റ്റർ മുട്ടം വർഗീസ് അപ്പച്ചൻ അവിടെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ താനൊരു പാട്ട് പാടിയത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഹല്ലേലൂയ എനിക്ക് ഇത് ഇത്തരത്തിൽ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ വഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തി ഓർക്കും തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുഷസ്തി ഓർക്കും തോറും രമ്യം.
എത്ര അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ് തന്റെ ദാസൻ അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. What a meaningful song that the servant of God has written. നീ ഒരുങ്ങിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിന്നിൽ നീതി, അതെ, നിർമ്മലമാകുന്ന നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. Are you prepared? Have you worn the clothes of righteousness? ത്യാഗവും ഹല്ലേലൂയ അതേ സമ്പൂർണ്ണതയെ നീ ധരിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളോടായി ചോദിക്കണം. ഞാൻ എന്നോടായി ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. നീ ധരിച്ച് എണ്ണയുണ്ടോ? എന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ വ്യാപാരമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിർമ്മലമാകുന്ന നീതി വസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിന്റെ ആഴം, ഹല്ലേലൂയ, നീളം അതിൻ വീതി എന്റെ ജീവിതത്തിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. It's a question to us that are we being filled by the Holy Spirit? Do we have this innocence? Do we have this? Have you been clothed with the cloth of righteousness? നമ്മൾ സമയം വൃഥ ചിലവഴിക്കാതെ, അതെ, നമ്മൾ വേസ്റ്റ് ആക്കാതെ, അല്ലെ, ഈ വിധ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. Let's not waste time in our life. Such kind of thoughts have to come into our life. വെറുതെ യൂട്യൂബ് കണ്ട് അതും ഇതും കണ്ട് ഇങ്ങനെ ചിന്തിച്ച് അത് മറിച്ച് നിൽക്കാതെ, ഹല്ലേലൂയ, ചില ചിന്തകൾ, ഇങ്ങനെയുള്ള ചിന്തകൾ, ഹല്ലേലൂയ, ആത്മപിതാക്കന്മാർ, ഹല്ലേലൂയ, എഴുതിയ ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഈ ഇരിക്കുന്ന പോലെ അല്ല കർത്താവ് ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ആകേണ്ടതുപോലെ ആകയാൽ, ഹല്ലേലൂയ, കർത്താവിനെ ഏറ്റെടുക്കും, എടുക്കപ്പെടാൻ കഴിയും. ഹല്ലേലൂയ, നമ്മൾ നീതിയുള്ളവരായി നീതിയുള്ള വസ്ത്രം ധരിച്ച്, ഹല്ലേലൂയ, ആ നിത്യതയിൽ പ്രവേശിപ്പാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. We're not just scrolling through the YouTube links, but let's remember and have these kind of thoughts. How the servants of God have written these songs. Let's have this thought deep within our hearts and also be prepared for His coming. അടുത്ത ഒരു കാര്യം എന്നുള്ളത് 1 പത്രോസ് അതിന്റെ 5:8 വാക്യം ഒന്ന് വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് അതിന്റെ 5:8. നിർമ്മലരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 Peter chapter 5 verse 8. Be alert and sober mind. Your enemy, the devil, prowls all around like a roaring lion, looking for someone to devour. ഹല്ലേലൂയ. ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Be alert. Every time you need to be alert. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഒരു മയങ്ങുന്ന ഈ അവസ്ഥയൊക്കെ മാറ്റിയിട്ട്, ഹല്ലേലൂയ, എപ്പോഴും, ഹല്ലേലൂയ, ഉത്സാഹമുള്ളവരായി ദൈവത്തിനുള്ള എരിവ്, ഹല്ലേലൂയ, എന്നെ പ്രാപിക്കണമെന്നുള്ള വാഞ്ച, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. All the drowsiness, let it go away, and every time let's receive from the presence of God, from Him. With that let's have that zeal and fire in His presence. അപ്പോസ്തലൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ പ്രതിയോഗി, ഹല്ലേലൂയ, ആ പിശാച്, ഹല്ലേലൂയ, അലറുന്ന സിംഹം പോലെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക, പ്രിയ ദൈവത്തിനെ തകർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. There's a reason why the apostle says that, because our enemy, the devil, prowls around like a roaring lion, looking for someone to devour, to take down one. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായാൽ, ഹല്ലേലൂയ, പിശാചിനെ സഹിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഏത് വിധനെയെങ്കിലും അതിനെ തകർക്കുവാൻ, അതിനെ നശിപ്പിക്കുവാൻ അവൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഉത്തമ ബോധ്യം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. When we are lifted up and when we are on highs, we need to understand that the enemy is not happy. He's trying to pull us down, or he's trying to take us down. അത് നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജഡ മനുഷ്യനും, ഹല്ലേലൂയ, ദൈവ മനുഷ്യനും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. As I mentioned earlier, the carnal man within us and also godly man within us, they're within us. അത് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പം വേദപുസ്തകം വായിക്കാൻ പോയാലും അവനൊന്ന് ബ്രേക്ക് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവൻ അവിടെ കൊണ്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു കുടുംബ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ആ പിശാച് അവിടെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. How many people recognize that when we are reading the word of God, or when we are sitting down for a family prayer, we see that it is being stopped. He will try and put some problems so that we cannot proceed further. നിന്നിൽ ആത്മ മനുഷ്യൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. If you have the spiritual man within you, you will be able to recognize that. അതാ ഞാൻ പറഞ്ഞത്, ആത്മ മനുഷ്യനെ ഒരുപടി നമ്മൾ എപ്പോഴും ഉയർത്തിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. For ഹല്ലേലൂയ. that very reason I said we need to put our spiritual man always ahead. നീ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നിന്റെ ഓഫീസിലായിക്കോട്ടെ, നമ്മുടെ പ്രവർത്തിക്കുന്ന സമൂഹത്തിലായിക്കോട്ടെ, ഹല്ലേലൂയ, എപ്പോഴും നിനക്ക് തകർച്ച കൊണ്ടിടാൻ കഴിയുന്ന, അല്ലെങ്കിൽ നീ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിന്നോട് കഴിയത്തില്ല, ഹല്ലേലൂയ, അതേ ഒരു ബ്രേക്ക് ചെയ്ത്, ഹല്ലേലൂയ, പുറത്തോട്ട് വലിച്ച്, ഹല്ലേലൂയ, നിന്റെ ഈ ലോകത്ത് അല്ലെങ്കിൽ ദൈവം നൽകുന്ന നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ അന്ധകാര ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്.
while you're in your office or in the place where you socialize, it is not possible. It is not possible by you. You're not capable for it. All these thoughts, all these things has been put by this evil spirit. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ യുവാക്കളെ യുവതികളെ യൗവനക്കാരെ നിങ്ങൾ ആത്മാവിനെ പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റെടുത്തുകൊണ്ടെന്ന് പറയുന്നത് അതാണ്. For that reason I said, people of God, youngsters, children, that we need to receive the Holy Spirit as soon as possible in our life. പ്രത്യേകിച്ച് നമ്മുടെ തലമുറയോടാണ് അവൻ നോട്ടം. Especially he looks on to our generation. നമ്മുടെ തലമുറ വളർന്നു വരുവാൻ അവൻ സമ്മതിക്കത്തില്ല. He doesn't want our generation to grow. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ തലമുറയെ തകർക്കുവാൻ പിശാച് നോക്കും, പക്ഷേ അവൻ ജയിക്കത്തില്ല. കാരണം എന്താ അറിയാമോ? നമ്മളിലുള്ള ആത്മീയ മനുഷ്യൻ ഉയർന്നിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നിലുള്ള ആത്മീയതയെ ഞാൻ വളർത്തും. എന്റെ കുഞ്ഞിനോട് പോരാടുന്ന പോരാട്ടങ്ങൾ ഹല്ലേലൂയ അവനെ ഉയർച്ചയെ അല്ലെങ്കിൽ തകർക്കുവാൻ നോക്കുന്ന പൈശാചിക ശക്തിയെ തകർക്കുവാൻ എന്റെ ആത്മശക്തി കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം പ്രിയ ദൈവമക്കളുടെ ഉണ്ടായിരിക്കണം. When we have known the Lord, when we are in the Satan will always try to destroy a generation, but he will not be able to completely do that, because our spiritual man is always ahead of us and we'll be able to control over it. Praise the Lord. നിന്നിൽ ആത്മ മനുഷ്യൻ ഉണ്ടെങ്കിലോ ഹല്ലേലൂയ. 6ാമത്തെ വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 6ാമത്തെ വാക്യം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ കൈക്കീഴിൽ അവനോട് അനുസരണമുള്ളവനായി ഇരുന്നാൽ ഹല്ലേലൂയ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And if we humble ourselves therefore under God's mighty hand, he will lift us in due time. എങ്ങനെ നമ്മളെ തക്ക സമയത്ത് ഉയർത്തണം? ദൈവത്തിന്റെ കൈക്കീഴിൽ നമ്മൾ താണു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. When he would lift us in the due time, only when we humble ourselves under God's mighty hand. ദൈവസന്നിധിയിൽ നിങ്ങൾ താഴ്മയുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. If you humble yourself in the presence of God, God will lift you up. ഹല്ലേലൂയ. 9ാമത്തെ വാക്യം വായിച്ചേ. 9ാമത്തെ വാക്യം. അല്ല, അതെ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എന്താണ്? വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരിലും നഷ്ടമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Resist him standing firm in faith, because you know that your fellow believers throughout the world are undergoing in the same kind. What has happened is most of them have lost faith in their life. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ രോഗം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ നിന്റെ വിശ്വാസം എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. When there is sickness or when there is things that standing as a hindrance in your life, where is your faith? ദൈവത്തിൽ ഒരു അവിശ്വാസതയാവാതെ നീ വിശ്വസ്തനായിരിക്കണം. അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. Let's stop unbelieving. Let's start believing in God and take out all the disbelief within us. 10ാമത്തെ വാക്യം വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ തന്റെ നിത്യരഹസ്യനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പസമയം ഉണ്ടാവത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ കഷ്ടം അല്ലെങ്കിൽ പ്രയാസം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ താണിരിക്കുന്നവനെ ഹല്ലേലൂയ അവൻ തക്ക സമയത്ത് ഉയർത്തി നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് ഒരുപക്ഷെ നിന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും നിന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ നീ ദൈവസന്നിധിയിൽ താണിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ തക്ക സമയത്ത് നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. It is only for a little time or a momentary time that we have sufferings in this world, but if we humble ourselves, the Lord will lift us up at the right time, due time. അതിന് 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, എന്താ പറയുന്നത്? ഹല്ലേലൂയ. എന്താ പറയുന്നത്? ബലം എന്നേക്കും അവനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിനോ പിശാചിനോ ഉള്ളതല്ല. ഹല്ലേലൂയ. അവസാന ജയമുള്ളത്. ഹല്ലേലൂയ. അവസാനത്തെ ബലം നമുക്ക് ഉള്ളത്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവിധേയനാണ്. പ്രൈസ് ദി ലോർഡ്. And towards the last verse it says, to him be the power forever and ever. It is not for Satan, but it is to the ones who worship the Lord. അല്ലെങ്കിൽ അവസാനമായി പെട്ടെന്ന് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ദൈവസന്നിധി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന സമയം തീരാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവസാനമായി ഹല്ലേലൂയ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എഫേസ്യർ 5:14 വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഉറങ്ങുന്നവനെ ഹല്ലേലൂയ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ നിന്റെ മേൽ പ്രകാശിക്കും. This is why I said, wake up, ye sleeper, rise up from the dead, and Christ will shine on you. ഹല്ലേലൂയ. അതിനെ താഴോട്ട് വായിച്ചാൽ അതിന്റെ ഒരു 15 താഴോട്ട് വായിച്ചേ. സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, ആ ജ്ഞാനികളായി കണ്ട് നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവരെ എല്ലായ്പ്പോഴും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. മതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വായിച്ചപ്പോൾ ഹല്ലേലൂയ നമുക്ക് അതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഹല്ലേലൂയ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല, പിന്നെ ആരായിരിക്കണം? ജ്ഞാനിയായിട്ടത്രേ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. When we read that, we understood the truths that's mentioned within that. Therefore, let's be careful then how we live, not like unwise but as wise. അതെ, പിന്നെ പറയുന്ന കാര്യം എന്താണ് പറയുന്നത്? അല്ലെ, ഇത് ദുഷ്കാലമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ഈ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഹല്ലേലൂയ മ്ലേച്ഛതയും ദുഷ്ടതയും ഹല്ലേലൂയ ഏറ്റവും വഷളതയും ഹല്ലേലൂയ കൂടി നിൽക്കുന്ന ഈ സമയമാണ്. പ്രൈസ് ദി ലോർഡ്. And then it says the days are evil, even we are in the last days where wickedness are more and there's crookedness all around. ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കട്ടെ. എന്താണ്? നമ്മൾ ബുദ്ധിഹീനരാകാതെ, അതെ പറഞ്ഞേ, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. So let's make use of most of this every opportunity and let's not be foolish but understand Lord's will. പക്ഷെ ഒരു കാര്യം എന്തുവേണം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായി ദൈവക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? സ്തോത്രം എന്ന യാഗം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവം എന്നെ ഹല്ലേലൂയ ഇത്രയോളം നടത്തി. ഹല്ലേലൂയ. എന്റെ ശ്രേഷ്ഠതയല്ല, ഹല്ലേലൂയ എന്റെ മസിൽ പവർ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമെന്ന് ദൈവത്തെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ എത്ര ദൈവമക്കൾ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Thank God for all those who understood that we need to be giving thanksgiving to the Lord, and we need to also understand it is not by our own strength that we are walking, but it is by the power of God within us. ഹല്ലേലൂയ. ഇതെല്ലാം ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യണം? അവസാനം പറഞ്ഞിരിക്കുന്ന വേർഡ് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ക്രിസ്തുവിന്റെ ഭയം നമ്മളിൽ അന്യോന്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. After having said all this, towards the end, they say it is mentioned this way: submit to one another out of reverence for Christ. പ്രിയ സഹോദരനെ, നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ഭയം നമ്മളിലുണ്ടോ? ഞാൻ എന്താണ് ആ സഹോദരനോട് പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ എന്താണ് ആ സഹോദരിയോട് പറഞ്ഞത്? ഹല്ലേലൂയ എന്നിൽ ക്രിസ്തുവിന്റെ ഭയം. ഹല്ലേലൂയ ഞാൻ പറഞ്ഞത് ശരിയാണോ? ഞാൻ അരുതാത്തത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ ആ വ്യക്തിക്ക് ഹനിക്ക് അല്ലെങ്കിൽ ജീവിതത്തെ അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഹല്ലേലൂയ ആ ക്രിസ്തുവിനോടുള്ള ഭയം അന്യോന്യം ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. When we communicate or interact each other with our fellow believers, have we ever thought that do we have this reverence for Christ? Let's look into our life and in that manner let's speak to each other. ഹല്ലേലൂയ. അതെ, ഇന്ന് ഹല്ലേലൂയ ഞാൻ സംസാരിച്ചത് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ഇരിപ്പൊക്കെ ഒന്ന് മാറ്റി ഉണർന്ന് ഉത്സാഹമുള്ളവരായി. ഹല്ലേലൂയ. അതെ, ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം ശത്രുവിന്റെ തന്ത്രങ്ങൾക്കെതിരെ നമ്മൾ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമത്തേത് പറയുന്നത് ക്രിസ്തു
നമ്മുടെ മേൽ വാഴുവാൻ, ഹല്ലേലൂയ, പ്രകാശിപ്പാൻ, ഹല്ലേലൂയ, ക്രിസ്തു നമ്മൾ കർത്തൃത്വം ചെയ്യുവാൻ നമ്മൾ ഉണർന്നിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും, ഹല്ലേലൂയ, എന്നിൽ അകത്ത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവിക ആത്മാവുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെന്ന, ഹല്ലേലൂയ, ആദാമ്യ മനുഷ്യനെ നമ്മൾ, ഹല്ലേലൂയ, അവൻ ചവിട്ടി, ഹല്ലേലൂയ, അവനെ അരിച്ചു, ഹല്ലേലൂയ, ആത്മാവിന്റെ പ്രാർത്ഥനയാൽ ഉപവാസത്താലും, ഹല്ലേലൂയ, അവന്റെ മുഷ്ടിയെ തകർത്ത്, ഹല്ലേലൂയ, ആത്മ മനുഷ്യനെ, ഹല്ലേലൂയ, എത്രത്തോളം വളർത്തുവാൻ കഴിയുമോ അത്രത്തോളം ഞാൻ വളർത്തുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ, ഒരു പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നു. ദൈവം പ്രിയ നമ്മളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ, ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഹല്ലേലൂയ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ ബ്രദറിനോട് നന്ദിയും സ്നേഹത്തെയും ഈ സ്ഥലത്ത് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.